നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു കമ്പനിയിൽ പണം നിക്ഷേപിക്കുമ്പോൾ ആ കമ്പനിയുടെ ലാഭവിഹിതത്തിലാണോ അതോ അവരുടെ മാനേജ്മെന്റിന്റെ വാക്കുകളിലാണോ വിശ്വസിക്കാറുള്ളത്? ഭൂരിഭാഗം നിക്ഷേപകരും കമ്പനിയുടെ തിളങ്ങുന്ന പരസ്യങ്ങളും ഓഹരി വിലയും നോക്കി നിക്ഷേപം നടത്തുമ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച നിക്ഷേപകർ നോക്കുന്നത് മറ്റൊന്നാണ്: കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്. നൂറുകണക്കിന് പേജുകളിലുള്ള ഈ റിപ്പോർട്ട് പലർക്കും വെറും ഒരു സാങ്കേതിക രേഖ മാത്രമാണ്. എന്നാൽ ഇതിനുള്ളിൽ കമ്പനിയുടെ യഥാർത്ഥ മുഖം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതറിയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർ അത് വിലയിരുത്തുന്നതിനായി പ്രൊഫഷണൽ ഫണ്ട് മാനേജർമാരുടെയും അനലിസ്റ്റുകളുടെയും ഒരു വലിയ നിര തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവർ വാർഷിക റിപ്പോർട്ടുകൾ, ഓഡിറ്റർമാരുടെ കൃത്യമായ നിരീക്ഷണങ്ങൾ, കമ്പനി മാനേജ്മെന്റുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ എന്നിവയിലൂടെ ലഭ്യമാകുന്ന ആഴത്തിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ആകാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ വമ്പൻ ഇൻവെസ്റ്റേഴ്സിനെ പോലെ കമ്പനികളെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഓഡിറ്റർ റിപ്പോർട്ടും ആനുവൽ റിപ്പോർട്ടും വായിക്കാൻ പഠിക്കുന്നത് അതിലേക്കുള്ള ആദ്യ പടിയാണ്. ആനുവൽ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഓഡിറ്റർ റിപ്പോർട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരു കമ്പനിയുടെ സാമ്പത്തിക രേഖകൾ എത്രത്തോളം കൃത്യമാണെന്ന് പരിശോധിച്ച ശേഷം ഒരു സ്വതന്ത്ര ഓഡിറ്റർ നൽകുന്ന ഔദ്യോഗിക രേഖയാണ് ഓഡിറ്റർ റിപ്പോർട്ട്. ലളിതമായി പറഞ്ഞാൽ, ഒരു കമ്പനി പറയുന്ന ലാഭവും ആസ്തിയും ഒക്കെ സത്യമാണോ എന്ന് ഒരു വിദഗ്ധൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണിത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും അവയിൽ തെറ്റായ വിവരങ്ങൾ ഇല്ലെന്നും ഓഡിറ്റർ ഇതിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. നിക്ഷേപകർക്ക് ഒരു കമ്പനിയെ വിശ്വസിക്കാമോ എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണിത്. കമ്പനി എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഓഡിറ്റർ അത് റിപ്പോർട്ടിൽ സൂചിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. പരിശോധനയ്ക്ക് ശേഷം ഓഡിറ്റർ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തും. അത് കമ്പനിയുടെ കണക്കുകൾ മികച്ചതാണെന്ന അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആകാം. മാനേജ്മെന്റ് തയ്യാറാക്കിയ കണക്കുകൾ പരിശോധിക്കുക മാത്രമാണ് ഓഡിറ്ററുടെ ജോലി. ആ കണക്കുകൾ 100% കൃത്യമാണെന്ന് ഉറപ്പു നൽകുകയല്ല, മറിച്ച് അവയിൽ വലിയ ക്രമക്കേടുകൾ ഇല്ലെന്ന് ഉറപ്പാക്കുകയാണ് ഓഡിറ്റർ ചെയ്യുന്നത്. അതായത് ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ സുതാര്യത വെളിപ്പെടുത്തുന്ന കണ്ണാടിയാണ് ഓഡിറ്റർ റിപ്പോർട്ട്. ഓഡിറ്റർമാർ വാർഷിക റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തുന്ന ഒരു മേഖലയാണ് ഇൻവെന്ററി. കാരണം ഒരു കമ്പനിയുടെ ലാഭനഷ്ടങ്ങളെയും ആസ്തിയെയും നേരിട്ട് സ്വാധീനിക്കാൻ ഇൻവെന്ററിയിലെ ചെറിയ മാറ്റങ്ങൾക്കും സാധിക്കും. ഇൻവെന്ററിയുടെ മൂല്യം അഥവാ വാല്യുവേഷൻ കൂട്ടിക്കാണിച്ചാൽ അത് കമ്പനിയുടെ ലാഭം കൃത്രിമമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വിൻഡോ ഡ്രസ്സിംഗ് എന്നാണ് അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ രേഖകളിലുള്ള അത്രയും സ്റ്റോക്ക് യഥാർത്ഥത്തിൽ ഗോഡൌണിൽ ഉണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കാനും, അതായത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താനും, വിപണിയിലെ വിലയേക്കാൾ ഉയർന്ന തുകയിലാണോ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും ഓഡിറ്റർമാർ ശ്രമിക്കുന്നു. ഇൻവെന്ററിയിൽ കൃത്രിമം കാണിക്കുന്നത് കമ്പനികൾ സാമ്പത്തിക ക്രമക്കേടുകൾ ഒളിച്ചുവെക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന രീതിയായതിനാൽ ഓഡിറ്റർമാരുടെ റിപ്പോർട്ടിൽ ഇൻവെന്ററിയെ കുറിച്ചുള്ള വരുന്ന നിരീക്ഷണങ്ങൾ നിക്ഷേപകർക്ക് ആ കമ്പനിയുടെ വിശ്വാസ്യത അളക്കാനുള്ള മികച്ച സൂചനകളാണ്. ഒരു ബിസിനസ് അതിന്റെ സാധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിൽക്കാൻ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന ചരക്കുകളെയാണ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. ഇതിൽ വിൽക്കാൻ തയ്യാറായ ഉൽപ്പന്നങ്ങൾ അഥവാ ഫിനിഷ്ഡ് ഗുഡ്സ്, നിർമ്മാണത്തിലിരിക്കുന്നവ അഥവാ വർക്ക് ഇൻ പ്രോഗ്രസ്, ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഒരു ബാലൻസ് ഷീറ്റിൽ ഇൻവെന്ററി എന്നത് ഒരു കറന്റ് അസറ്റ് ആണ്. ഒരു കമ്പനിയുടെ സാമ്പത്തിക ഭദ്രത അളക്കുന്നതിന്റെ ഇൻവെന്ററി നിർണായകമാണ്. ഇത് കേവലം വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമല്ല, മറിച്ച് കമ്പനിയുടെ പണം ബ്ലോക്കായി കിടക്കുന്ന ഒരിടം കൂടിയാണ്. ഇൻവെന്ററിയുടെ മൂല്യം കൂട്ടിക്കാണിച്ചാൽ കമ്പനിയുടെ ആസ്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുവഴി ലാഭവും കൂടുതലായി കാണിക്കാൻ പറ്റും. ഇത് നിക്ഷേപകരെ ആകർഷിക്കാൻ കമ്പനികൾ ചെയ്യുന്ന ഒരു തന്ത്രമാണ്. ഓഡിറ്റർമാർ ഒരു കമ്പനിയുടെ ഇൻവെന്ററി പരിശോധിക്കുമ്പോൾ പ്രധാനമായും 4 കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒന്നാമതായി, രേഖകളിലുള്ള ചരക്ക് ശേഖരം യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ എന്നും അത് കമ്പനിയുടെ സ്വന്തമാണോ എന്നും അവർ ഉറപ്പുവരുത്തുന്നു. ഇതിന് എക്സിസ്റ്റൻസ് ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് 10 കോടി രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് കാണിക്കുകയും എന്നാൽ നേരിട്ടുള്ള പരിശോധനയിൽ പകുതി മാത്രം കണ്ടെത്തുകയും ചെയ്യുന്നതിനെ ഫാൻഡം ഇൻവെന്ററി എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു തട്ടിപ്പിന്റെ സൂചനയാണ്. രണ്ടാമതായി, ഇൻവെന്ററിയുടെ മൂല്യം കണക്കാക്കുന്ന രീതിയാണ് അഥവാ വാല്യുവേഷൻ. അക്കൗണ്ടിംഗ് നിയമം അനുസരിച്ച് ഒരു സാധനം വാങ്ങിയ വിലയാണോ അതോ നിലവിലെ വിപണി വിലയാണോ കുറവ്, ആ തുകയിലാണ് ഇൻവെന്ററി രേഖപ്പെടുത്തുന്നത്. വിപണിയിൽ വില ഇടിഞ്ഞാലും പഴയ ഉയർന്ന വിലയിൽ തന്നെ സ്റ്റോക്ക് കാണിക്കുന്നത് ലാഭം പെരുപ്പിച്ച് കാണിക്കാനുള്ള തന്ത്രമാണ്. മൂന്നാമതായി, ഇടപാടുകൾ ശരിയായ സമയത്താണോ രേഖപ്പെടുത്തിയതെന്ന് പരിശോധിക്കുന്ന കട്ട് ഓഫ് രീതിയാണ്.
സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31-ന് വെറും പേപ്പറിൽ മാത്രം വിൽപ്പന നടത്തി ലാഭം വർദ്ധിപ്പിക്കുകയും പിന്നീട് അത് തിരിച്ചു വന്നതായി കാണിക്കുകയും ചെയ്യുന്ന മാർച്ച് മാജിക് പോലുള്ള കൃത്രിമങ്ങൾ കണ്ടെത്താൻ ഇത് ഓഡിറ്റർമാരെ സഹായിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇൻവെന്ററിയിലെ ഇത്തരം സൂക്ഷ്മമായ പരിശോധനകളിലൂടെ കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി പുറത്തു കൊണ്ടുവരാൻ ഓഡിറ്റർമാർക്ക് സാധിക്കുന്നു. ഓഡിറ്റർമാർ ഒരു കമ്പനിയുടെ സാമ്പത്തിക രേഖകൾ പരിശോധിച്ച ശേഷം നൽകുന്ന അഭിപ്രായങ്ങൾ അഥവാ ഓഡിറ്റ് ഒപ്പീനിയൻസ് നിക്ഷേപകർക്ക് ആ കമ്പനിയുടെ വിശ്വാസ്യത അളക്കാനുള്ള കൃത്യമായ മാനദണ്ഡങ്ങളാണ്. പ്രധാനമായും 4 തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഓഡിറ്റർമാർ രേഖപ്പെടുത്താറുള്ളത്. ഒരു കമ്പനിയുടെ കണക്കുകൾ നിയമപരമായും സത്യസന്ധമായും തയ്യാറാക്കിയതാണെന്ന് ഓഡിറ്റർക്ക് ബോധ്യപ്പെട്ടാൽ നൽകുന്നതാണ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. ഇത്തരം കമ്പനികളിൽ നിക്ഷേപകർക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. എന്നാൽ ഭൂരിഭാഗം കണക്കുകളും ശരിയാണെങ്കിലും ചില പ്രത്യേക കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇൻവെന്ററി അല്ലെങ്കിൽ നികുതി, ഓഡിറ്റർക്ക് വ്യക്തത കുറവോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ അദ്ദേഹം ക്വാളിഫൈഡ് ഒപ്പീനിയൻ നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ആ പ്രശ്നം കമ്പനിയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് നിക്ഷേപകർ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അതിലും ഗുരുതരമായ അവസ്ഥയാണ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. കമ്പനിയുടെ കണക്കുകൾ പൂർണ്ണമായും തെറ്റാണെന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുമാണ് ഇതിനർത്ഥം. ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്നുള്ള നിക്ഷേപം എത്രയും വേഗം പിൻവലിക്കുന്നതാണ് ബുദ്ധി. അവസാനമായി, പരിശോധനയ്ക്ക് ആവശ്യമായ തെളിവുകൾ നൽകാൻ കമ്പനി തയ്യാറാകാതിരിക്കുകയോ വലിയ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയോ ചെയ്യുന്നതിനെ ഓഡിറ്റർ ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ നൽകുന്നു. കമ്പനി എന്തോ വലിയ കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു എന്നതിന്റെ ഗൗരവകരമായ സൂചനയാണിത്. നിക്ഷേപകർക്ക് എങ്ങനെ മുൻകരുതൽ എടുക്കാൻ സാധിക്കും? അതിനായി ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താം. ആദ്യമായി റിപ്പോർട്ടിലെ സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിംഗ് പോളിസീസ് എന്ന ഭാഗം വായിച്ചു നോക്കുക. ഇൻവെന്ററിയുടെ മൂല്യം കണക്കാക്കുന്ന രീതിയിൽ വർഷാവർഷം മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് കമ്പനിയുടെ സുതാര്യത മനസ്സിലാക്കാൻ സഹായിക്കും. രണ്ടാമതായി, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കൃത്യമായി നിരീക്ഷിക്കണം. ഈ റേഷ്യോ കുറയുന്നതോടൊപ്പം ഇൻവെന്ററി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കുന്നു എന്നാണ് അതിനർത്ഥം. കൂടാതെ ഓഡിറ്റർ റിപ്പോർട്ടിലെ നോട്ട്സ് ടു അക്കൗണ്ട് എന്ന ഭാഗവും പ്രത്യേകിച്ച് എംഫസിസ് ഓഫ് മാറ്റർ എന്ന പാരഗ്രാഫും സൂക്ഷ്മമായി പരിശോധിക്കണം. കമ്പനിയുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന ഗൗരവകരമായ പല കാര്യങ്ങളും ഇതിലായിരിക്കും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. ചുരുക്കത്തിൽ, വെറും അക്കങ്ങൾ മാത്രം നോക്കാതെ ഓഡിറ്റർമാർ നൽകുന്ന ഗുണപരമായ നിരീക്ഷണങ്ങൾ അഥവാ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് വിലയിരുത്തുന്നത് വഴി ഒരു കമ്പനിയുടെ സത്യസന്ധതയും ഗുണനിലവാരവും തിരിച്ചറിയാൻ നിക്ഷേപകർക്ക് സാധിക്കും. ഇൻവെന്ററി എന്നത് വെറും അക്കങ്ങൾ മാത്രമല്ല, പലപ്പോഴും കമ്പനികൾ തങ്ങളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ ഒളിപ്പിച്ചു വെക്കുന്ന ഒരിടം കൂടിയാണ്. ഇൻവെന്ററിയുടെ നിലനിൽപ്പ്, ഉടമസ്ഥാവകാശം, മൂല്യം അല്ലെങ്കിൽ ഇടപാടുകൾ രേഖപ്പെടുത്തിയ സമയം എന്നിവയിൽ ഓഡിറ്റർ എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയോ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ നിക്ഷേപകർ അതൊരു അപായ സൂചനയായി കാണണം. ഇത്തരം സൂചനകൾ തിരിച്ചറിയാൻ പഠിക്കുന്നതിലൂടെ മോശമായതോ അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്തതോ ആയ ബിസിനസ്സുകളിൽ നിന്ന് നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും.